സാധാരണഗതിയിൽ എല്ലാവരും പറയലുള്ളത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടാണ്. എന്നാൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഒരു ഭർത്താവിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടുള്ള ബാധ്യതകൾ എന്തൊക്കെ, കടപ്പാടുകൾ എന്തൊക്കെ. പരിശുദ്ധമായ ഖുർആൻ എന്താണ്, ഏത് രീതിയിൽ അവലംബിക്കണമെന്നാണ്, ഭാര്യയെ കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഭാര്യ എങ്ങനെ ഭർത്താവിനോട് അനുകമ്പ വെച്ച് പുലർത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഭർത്താവിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അടിക്കാനും ശകാരിക്കാനും ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ടോ? ഒരു പെണ്ണിനെ പീഡിപ്പിക്കുവാനും അവളെ അടിക്കുവാനും ശകാരിക്കുവാനും ഇസ്ലാം ഒരിക്കലും തന്നെ അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തലാഖ് ചൊല്ലുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, തൊഴിക്കുന്നു, അവളെ വഴക്ക് പറയുന്നു, അവളെ ശകാരിക്കുന്നു. ഇതാണ് ഇന്ന് മുസ്ലിം സഹോദരങ്ങളുടെ ജീവിത രീതിയെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു കൂട്ടം സ്വഹാബത്തെ കിറാം വന്നുകൊണ്ട് പറഞ്ഞു, ഉമറേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാർ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ട് അവർ കേൾക്കുന്നില്ല. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് എങ്ങനെയെങ്കിലും അവരെ അടിക്കാനുള്ള ഒരു ഓർഡർ ഞങ്ങൾക്കൊന്ന് വാങ്ങിത്തരണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അനുയായികൾ പരാതി പറയുക. ശ്രദ്ധിക്കണം, നിങ്ങൾ വിഷയത്തിലേക്ക് പോവാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അപ്പോൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം എന്റെ ആവശ്യം കൂടിയാണ്. കാരണം ഇസ്ലാമിന്റെ ആവിർഭാവ ഘട്ടത്തിൽ ഒരൊറ്റ പെണ്ണിനെയും അടിക്കുവാനോ ശകാരിക്കുവാനോ ചീത്ത വിളിക്കുവാനോ അവളെ വഴക്ക് പറയുവാനോ പാടില്ല. ഇതായിരുന്നു നിയമം എന്ന് പറയുന്നു. പിന്നീട് അതെങ്ങനെയാണ് മാറ്റത്തിരുത്തലുകൾ ഉണ്ടായത്, ആ ചരിത്രമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, മുസ്ലിം സഹോദരങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് പോലെ അവർ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് അവരെ അടിക്കുവാനുള്ള ഒരു ഓർഡർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മുഖേന അവിടുന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം എന്റെ ആവശ്യം കൂടിയാണ്. കാരണം ഞാൻ എന്റെ ഭാര്യമാരോട് പറഞ്ഞിട്ട്, എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടും അവർ അനുസരണ വർത്തിക്കുന്നില്ല പല കാര്യങ്ങളിലും. അതുകൊണ്ട് ഞാൻ പോയിട്ട് വേഗം തന്നെ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് അടിക്കാനുള്ള ഓർഡറുമായി കടന്നു വരും. വേഗം തന്നെ നിങ്ങൾ വടി ശരിയാക്കി റെഡിയാക്കി വെച്ചോളൂ. തല്ലാനുള്ള നല്ല വടി നിങ്ങൾ റെഡിയാക്കി വെച്ചോളി. വന്നതിന് ശേഷം വടി തപ്പി സമയം കളയല്ല, നേരത്തെ തന്നെ വടി കൃത്യമായിട്ട് റെഡിയാക്കി വെച്ചോളി. ആര് പറയാൻ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം ഉമർ ഒരു വഴിക്ക് പോയാൽ ആ വഴിയിലുള്ള കാര്യങ്ങളുമായിട്ട് ഏത് ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെട്ടോ ആ ലക്ഷ്യവുമായിട്ട് തിരിച്ചു വന്നത് ചരിത്രമുണ്ട്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മൗനം അവലംബിച്ച് നിൽക്കുകയാണ്. റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണുമ്പോൾ ഉമറിനോട് ചോദിക്കുന്നു, മാദായ ഉമർ, ഉമറേ, നിനക്കെന്തോ ആവശ്യം പറയാനുണ്ടല്ലോ, എന്തോ ആവശ്യം പൂർത്തീകരിക്കാനുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയേ, എന്നെ ഒരാളായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യവുമായിട്ടാണ്, ഒരു കൂട്ടരുടെ ലക്ഷ്യവുമായിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഒരു കൂട്ടം ആളുകളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യം എന്തെന്ന് ചോദിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആവശ്യം ഉന്നയിക്കുകയാ. നബിയേ, നബിയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് അനുസരണ വർത്തിക്കാത്തത് കൊണ്ട് തന്നെ അവരെ അടിക്കാനോ അവരെ വഴക്ക് പറയാനോ ഉള്ള ഒരു ഓർഡർ അവിടുന്ന് നൽകണേ. പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഖുർആൻ ആ വിഷയത്തിൽ ഒന്ന് അവതരിപ്പിക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ യാ ഉമറു
ഉമറേ അനുവാദമില്ല, അനുവാദമില്ല. അല്ലാഹു നമുക്കതിന് അനുവാദം നൽകിയിട്ടില്ല. അബലകളായ ഭാര്യമാർ, ചപലകളായ സഹോദരിമാർ, അവരെ അടിക്കാനോ തൊഴിക്കാനോ ശകാരിക്കാനോ വഴക്ക് പറയാനോ അവരെ ഇടിക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല ഉമറേ. അതിനുള്ള വാക്കുകളോ ഖുർആൻ ആയത്തുകളോ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഉമറേ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ നിലകൊണ്ട് നിൽക്കെ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ദാ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉമറേ അബ്ശിർ യാ ഉമർ, ഉമറേ നിന്റെ ആശയം അതാ പടച്ച റബ്ബ് സ്വീകരിക്കുകയാണ്. പെണ്ണുങ്ങളെ അടിക്കാനുള്ള ഓർഡർ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അടിക്കുന്നതിന് ചില നിർദ്ദേശങ്ങളുണ്ട്, ചില നിബന്ധനകളുണ്ട്. അടിക്കാനുള്ള ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു തീരേണ്ട താമസം സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒറ്റ പോയി. നിബന്ധനകളൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. നേരെ ചെന്നിട്ട് വടിയുമായി കാത്തു നിൽക്കുന്ന അനുയായികളോട് പറഞ്ഞു, അടിച്ചോളി എന്ന് പറഞ്ഞു, അവിടെ തല്ലിക്കോളാം. സുബ്ഹാനല്ലാഹ്. അന്ന് എല്ലാ ഭാര്യമാർക്കും എല്ലാ വീട്ടിലുള്ളവർക്കും ശരിക്കും അടി കിട്ടി. നേരം വെളുത്തു സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ മുറ്റത്ത് സ്ത്രീകളുടെ കാൽപെരുമാറ്റമാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു കൂട്ടം സ്ത്രീകൾ കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയുകയാ, നബിയേ നബിയേ ഞങ്ങളുടെ ശരീരം അനക്കാൻ വയ്യ, തോളനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, ഞങ്ങളുടെ ഊര അനക്കാൻ വയ്യ, ശരീരം മുഴുവനും അടിച്ച് പദം വരുത്തി ഞങ്ങളുടെ ഭർത്താക്കന്മാരെന്ന് സ്ത്രീകൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഖമല്ലാതെ മാറുകയാണ്. റസൂലുള്ളാഹിയുടെ മുഖം വല്ലാതെ വിഷമം കൊണ്ട് ദുഃഖം ഘനീഭവിക്കുന്ന മുഹൂർത്തത്തിലേക്ക് മാറി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു ചോദിച്ചു, ഐന ഉമറോ, ഐന ഉമറോ, ഉമറവിടെ, ഉമറവിടെ. പുറത്ത് ചെരിപ്പ് തെരഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നുകൊണ്ട് അനുയായികൾ വിളിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നുണ്ടേ. മുത്തുനബിയുടെ ചാരത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ട് കരം കെട്ടിക്കൊണ്ട് ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ അവിടുത്തേക്ക് ഇതാ ഉത്തരം ചെയ്തിരിക്കുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലുടെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഓ ഉമറേ, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരെ അടിക്കാനുള്ള ഓർഡർ അല്ലാഹു നൽകുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട്. ആദ്യമായി തന്നെ അവരെ അടിക്കാൻ പറ്റൂല, അവരെ തൊഴിക്കാനോ അവരെ ശകാരിക്കാനോ പറ്റൂല. വല്ലാതീ തഖാഫൂൻ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർരിജാലു ഖവാലിഹിം ഫസ്സാലിഹാതു ഖാനിതാത് ഹാഫിളാതുൻ ലിൽഗൈബ് ബിമാ ഹഫിളല്ലാഹ്, ബിമാ ഹഫിളല്ലാഹ്. വല്ലാതീ تخافون نشوزهن فعظوهن. പരിശുദ്ധമായ ഖുർആനുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിറങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ഓതി കൊടുത്തതായ ഖുർആനിന്റെ ആയത്തുകൾ മുത്തുനബി ഓതി കേൾപ്പിക്കുകയാണ്. സ്വഹാബത്തെ, സ്വഹാബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് നിങ്ങളോട് വഴക്കടിച്ചേക്കാം, നിങ്ങൾ പറഞ്ഞതനുസരിക്കാതിരുന്നേക്കാം. ഓ മുസ്ലിം സഹോദര, സഹോദര, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കടിക്കാനുള്ള അവകാശമില്ല, തൊഴിക്കാനുള്ള അവകാശമില്ല. വല്ലാതീ تخافون نشوزهن فعظوهن. നിങ്ങളുടെ
പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം കാണിച്ചാൽ, നിങ്ങൾ പറഞ്ഞതനുസരിക്കാതിരുന്നാൽ, ശുദ്ധിയുള്ള സമയത്ത് പീരീഡ് അല്ലാത്ത സമയത്ത് നമസ്കരിക്കുമോളെ എന്ന് പറയുമ്പോ നമസ്കരിക്കാതെ മാറി നിൽക്കുന്ന പെണ്ണാണെങ്കിൽ അവളോട് ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? അവളെ നിങ്ങൾ അവർക്ക് സതുപദേശം കൊടുക്കണേ, നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കണേ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിനനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ആദ്യമായ ഭാര്യയുടെ മേത്ത് കൈവക്കരുത്, അവളെ അടിക്കരുത്, അവളെ ശകാരിക്കരുത്. എന്ത് ചെയ്യണം? അവളെ ഉപദേശിക്കണം. അവർക്ക് നിങ്ങൾ സതുപദേശം കൊടുക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ ഉപദേശിച്ചു നോക്കി. അല്ലാഹു ഔലിയാക്കൾ, സമസ്തയുടെ ഉലമാക്കൾ അവരുടെ ഭാര്യമാർക്കിടയിലുള്ള ഐക്യത്തെ സംബന്ധിച്ച്, സ്നേഹത്തെ സംബന്ധിച്ച്, സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റത്തെ സംബന്ധിച്ച് പലവട്ടം ആവർത്തിച്ചു നോക്കി. പക്ഷേ ഭാര്യ ശരിയാകുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആനാണ് നമ്മുടെ കാറ്റലോഗ്, അല്ലേ? വിശുദ്ധ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ആ ഖുർആൻ പറഞ്ഞു തരും ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ എങ്ങനെ അവന്റെ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സൂറത്തുൻ നിസാ 33, 34 വചനം, 34, 35 വചനം. അതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി. ഭാര്യമാര് പിണക്കം കാണിച്ചാൽ അവരെ നിങ്ങൾ ചാടിക്കേറി അടിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. നിങ്ങളുടെ കൈത്തരിപ്പ് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ഭാര്യമാർ. ആര് പറയാ? വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വചനം. ഇതനുസരിച്ച് ഒരു മനുഷ്യൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലോ അവന് ശിക്ഷയുണ്ടാവും, അവന് ശിക്ഷയുണ്ടാവും. ഒരു ഭർത്താവിന് അവന്റെ പ്രിയപ്പെട്ട ഭാര്യയോടുള്ള ബാധ്യത, ഏറ്റവും വലിയ ബാധ്യത, അവളെ പീഡിപ്പിക്കാതിരിക്കുക, അവളെ അടിക്കാതിരിക്കുക. പരിശുദ്ധമായ ഖുർആൻ അടിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരും. അതെപ്പോഴാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നത് واللاتي تخافون نشوزهن فعظوهن. നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളോട് പിണങ്ങി നിന്നാൽ, നിങ്ങൾ പറഞ്ഞതനുസരിക്കാതെ നിന്നാൽ അവരെ നിങ്ങൾ ഉപദേശിക്കണേ, ഉപദേശിക്കണേ. ഉപദേശം കൊടുത്തിട്ട് നിന്റെ ഭാര്യ നന്നാവുന്നില്ല, അവള് ചൊവ്വാകുന്നില്ല, അവള് നേരെയാകുന്നില്ല എന്നാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ നിനക്ക് രണ്ടാമത്തെ രീതി പറഞ്ഞു തരുകയാണ്. വഹ്ജുറൂഹുന്ന ഫിൽ മളാജി, നിന്റെ കിടപ്പറയിൽ നിന്ന് നീ മാറ്റി കടത്തണേ. വിശുദ്ധ ഖുർആൻ. നീ കിടക്കുന്ന വിരിപ്പിൽ നിന്ന് ഭാര്യയെ നീ മാറ്റി കിടത്തണേ. അഥവാ കിടക്കയിൽ നിന്ന് താഴോട്ടിറങ്ങി കിടക്കാൻ പറയാ, ഇല്ലെങ്കിൽ അവളെ കിടക്കയിൽ കിടത്തിയിട്ട് നീ താഴോട്ടിറങ്ങി കിടക്കുക. രണ്ടാലൊരു ഓപ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? കൂടെ കിടന്ന് സുഖമെടുക്കുന്നതിന് അവളെ വിലക്കേർപ്പെടുത്തുക എന്ന സാരാംശം. നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വഹ്ജുറുഹുന്ന ഫിൽ മളാജി, കിടപ്പറയിൽ അകറ്റി കിടത്തുക. നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്രവർത്തിച്ചു നോക്ക് സഹോദരങ്ങളെ. കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും തന്നെ ശൈഥില്യം ഉണ്ടാവൂല, ഒരിക്കലും തന്നെ പിണക്കങ്ങളും വഴക്കങ്ങളും ഉണ്ടാവൂല. വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്ക്. ഖുർആൻ അനുസരിച്ച് നമ്മുടെ ജീവിക്കണം. ഖുർആനാണ് ഈ ഓതി വെക്കുന്നത്. കിടപ്പറയിൽ അകറ്റുക. ഇത് പറഞ്ഞതിന്റെ അർത്ഥം വീടിന്റെ വെളിയിലേക്കോ അല്ലെങ്കിൽ കതകിന്റെ പുറയിലേക്കോ അടയ്ക്കാന്നല്ല. പിന്നെ അവള് വല്ല നല്ല തണുപ്പുള്ള രാത്രി വല്ലവനും കൂടെ സലാം ചൊല്ലി പോകും, ടാറ്റ കാണിച്ചു, പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദ് പറഞ്ഞായിരുന്നു കിടക്കലെന്ന് മാറ്റി, കിടക്കെ മാറ്റിയപ്പോ അള്ളാഹത്ത് ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റൂമിൽ നിന്ന് വെളിയിൽ നിറക്കണ്ട, നമ്മുടെ കിടക്കയിൽ നിന്നും താഴോട്ട് മാറ്റി കിടത്തുക. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ് വഹ്ജുറൂഹുന്ന ഫിൽ മളാജി വളിരിബൂഹുന്ന. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ പറഞ്ഞതനുസരിക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല എങ്കിൽ, അവളെ നിങ്ങൾ ഉപദേശിച്ചു നോക്കിയിട്ട് ശരിയാകുന്നില്ല എങ്കിൽ അവളെ കിടപ്പറയിൽ അകറ്റണേ. എന്നിട്ടും നിങ്ങൾ നന്നാവുന്നില്ല, എന്നിട്ടും അവള് ചൊവ്വാകുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരുകയാണ്. നിങ്ങളുടെ ഭാര്യയാകുന്ന പ്രിയപ്പെട്ട പ്രിയതമേ, നിങ്ങൾക്കൊരു ചൂരലുണ്ട്. അവളുടെ ശരീരത്തിന്റെ മുട്ടിന്റെ താഴ്ഭാഗത്ത് മുറിവ് പറ്റാത്ത രീതിയിൽ അടിക്കാം. അതേ, വളരെ നേർമയായ രീതിയിൽ മുറിവ് പറ്റാത്ത രീതിയിൽ ഒരു അടി കൊടുക്കാം.
പറ്റൂല, അത് കൈകൊണ്ട് പറ്റൂല, അത് പലക കഷ്ണം കൊണ്ട് പറ്റൂല. വിശുദ്ധ ഖുർആൻ അപ്പൊ അടിക്കാന്നുള്ള ഓപ്ഷൻ വന്നു. ഈ അടിക്കാം എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് ആരോട് പറഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞത്. അപ്പോഴേ തന്നെ അദ്ദേഹം അതിന് മുമ്പുള്ള ഓപ്ഷൻ ഒന്നും കേൾക്കാതെ നേരെ ഓടി എന്നിട്ട് അടിച്ചോളാൻ പറഞ്ഞു. ആകെ അടിച്ച് ശരിക്കും റാഹത്തായി, എല്ലാവർക്കും അടി. അത് കഴിഞ്ഞാണ് അള്ളാന്റെ റസൂൽ പിറ്റേ ദിവസം പ്രശ്നമായിട്ട് സഹോദരിമാർ വന്നപ്പോൾ ആയത്തൊക്കെ ഓതി കൊടുത്തു. അടി എന്ന് പറയുന്ന സമ്പ്രദായം മൂന്നാമത്തെ ഓപ്ഷനാ. ആദ്യം നമ്മളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പിണക്കം കാണിച്ചാൽ ഉപദേശം കൊടുക്കണം, നല്ല ഉപദേശം കൊടുക്കണം, സ്വഹാബത്തിന്റെ ചരിത്രം പറഞ്ഞ്, ഇല്ലെങ്കിൽ നമുക്ക് മുമ്പേ നടന്നുപോയ മാതാപിതാക്കൾ, കുടുംബാദികൾ, അവരുടെയൊക്കെ ചരിത്രം പറഞ്ഞ് സ്നേഹത്തോടുകൂടി മൈക്കത്തോടുകൂടി നിൽക്കാൻ പറയണം. എന്തെങ്കിലും സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ മുമ്പുള്ള കഴിഞ്ഞുപോയ മാതാപിതാക്കൾ ആരെങ്കിലും ചൂണ്ടിയിട്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പരസ്പരം പൊരുത്തപ്പെടിച്ച് അങ്ങനെ ഉപദേശം കൊണ്ടുപോകണം. ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ രണ്ടാമത്തെ രീതി, അടുത്ത കടപ്പുറം അകച്ചു നോക്കി, എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ അടിക്കണം. ബദരി പോകുന്ന മുറിവ് പറ്റാത്ത രീതിയിൽ നിങ്ങൾ അടിക്കണം. ഫഇന്ന തഅനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ. നിങ്ങളുടെ ഭാര്യമാർ ഈ മൂന്ന് രീതിയിൽ നിങ്ങൾ അവരോട് നടപടിയെടുത്തതിന് ശേഷം അവർ നിങ്ങളെ പൂർണ്ണമായി അനുസരണ വർത്തിച്ചാൽ പിന്നെ അവളെ തലാക്ക് ചൊല്ലാനോ അവളെ വഴക്ക് പറയാനോ പാടില്ല. അടികൊണ്ട് നന്നായാൽ പിന്നെ അവരുടെ മേൽ ഒരു അതിക്രമവും പാടില്ല. فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മൂന്ന് രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വൈവാഹിക ജീവിതം നയിക്കുന്ന ഒരു സഹോദരൻ ഈ മൂന്ന് രീതിയിലും ചെയ്തു നോക്കിയിട്ടും അവന്റെ ഭാര്യ അവനോട് ഇണങ്ങുന്നില്ല. അടിച്ചു നോക്കി ഉസ്താദ് ശരിയാകുന്നില്ല, ഉപദേശിച്ചു നോക്കി ഉസ്താദ് ശരിയാകുന്നില്ല, കിടപ്പരനകത്ത് നോക്കി നന്നാവുന്നില്ല. ഈ മൂന്ന് ഓപ്ഷനുകളും നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ നാലാമത്തെ ഓപ്ഷൻ വീണ്ടും നിനക്ക് വിവരിച്ചു തരുകയാണ്. എന്നാലും നിനക്ക് തലാഖിലേക്ക് എത്താനായില്ല, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി നിർത്താനായില്ല. അല്ലാഹുവിന്റെ ഖുർആൻ നാലാമത്തെ ഓപ്ഷൻ വീണ്ടും വിവരിച്ചു തരുകയാണ്. ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കലാമാണ്. മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് പോലും മാതൃകയുണ്ട്. വിശുദ്ധമാകുന്ന ഖുർആനിന്റെ വാക്യങ്ങൾ ചേർത്ത് വെക്കണേ, ജീവിതത്തോട് ചേർത്ത് വെക്കണേ. ഫബഅസൂ വഇൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മൂന്ന് രീതിയിൽ അവൻ ഓപ്ഷൻ മാറി മാറി പരിശോധിച്ചിട്ടും അവന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൻ പറയുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ, വീണ്ടും പിണക്കം തന്നെ കാണിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി, അവന്റെ കൂട്ടത്തിൽ നിന്ന് അഥവാ വരന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ മധ്യസ്ഥനായി പറഞ്ഞേക്കണേ. ഫബഅസൂ ഹകമാ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ. വധുവിന്റെ വീട്ടിൽ നിന്ന് ഒരാളെയും മധ്യസ്ഥനായി കൊണ്ടുവന്ന് രണ്ടുപേർക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് രണ്ടുപേരും ഒരുമിച്ച് ചർച്ച ചെയ്യട്ടെ. നാലാമതാണ് ചർച്ച. ഈ മൂന്ന് രീതിക്ക് കൊണ്ട് നടത്തോ അവസാനം ഒക്കുന്നില്ല എന്ന് കണ്ടാൽ നാലാമത് ചർച്ച വെക്കാണ്. ഇവർ രണ്ടുപേരും ഒത്തുപോകണോ വേണ്ടയോ ചർച്ച. അടിച്ചൊക്കെ നോക്കി, അടിച്ചു നോക്കിയിട്ടും റെഡിയാകുന്നില്ല. അടി വരുമ്പോഴാണല്ലോ എപ്പോഴും ചർച്ചയ്ക്ക് മുതിരുക. അങ്ങനെ ചർച്ച വെക്കുമ്പോ അള്ളാന്റെ ഖുർആൻ വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നു, രണ്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ മതി, ധാരാളം ഒരാൾ മതി ചർച്ചയ്ക്ക്. രണ്ട് കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരും മതി.
കാരണം എന്താ, രണ്ടാമത്തവൻ ഇറച്ചി വെട്ടുകാരനോ അല്ലെങ്കിൽ മീൻ വെട്ടുകാരനോ ആയിരിക്കും. അവന്റെ കൈ കത്തി ഉണ്ടാവുള്ളൂ. അവൻ വെട്ടും കുത്തും റാത്തീബിന്റെ ആളാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പരിശുദ്ധ ഖുർആനാ പറയുന്നത് ഒരാൾ മതി. ആ ഒരാൾ നല്ല സഹിഷ്ണുതയുള്ള, നല്ല മനസ്സിന് പക്വതയുള്ള ഒരാളായിരിക്കണം. അതാ വിശുദ്ധ ഖുർആൻ തന്നെ വിവരിക്കുന്നു. ആ പോകുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം, ചർച്ച ചെയ്യാൻ പോകുന്ന മധ്യസ്ഥൻ എങ്ങനെയുള്ളതായിരിക്കണം, വിശുദ്ധ ഖുർആൻ അതും കൂടി വിശദീകരിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോഴേ നമ്മുടെ വൈവാഹിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വൈവാഹിക ജീവിതം ശാക്തീകരണം ഉണ്ടാവുള്ളൂ. ഒരിക്കലും തന്നെ ശൈഥില്യം നിറയാതിരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ വെച്ചിരിക്കുന്നത്? നമുക്ക് പഠിക്കാനല്ലേ. നമ്മൾ എന്തിനാ പിന്നെ പഠിക്കുന്നില്ലെന്ന് മാറി നിൽക്കുന്നത്? ചർച്ചയ്ക്ക് പോകുന്ന രണ്ട് ആളുകൾക്കും ഉണ്ടാകേണ്ട ക്വാളിറ്റി അള്ളാന്റെ ഖുർആൻ വ്യക്തമാക്കുന്നു. അള്ളാന്റെ ഖുർആൻ വ്യക്തമാക്കുന്നു. فبعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما. ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിലും കുടുംബങ്ങൾക്ക് വൈകല്യമുണ്ടാകുമ്പോ, അവർക്കിടയിൽ ശൈഥില്യമുണ്ടാകുമ്പോ ആ ശൈഥില്യം തീർക്കുവാൻ വേണ്ടി വരന്റെ വീട്ടിൽ നിന്നും വധുവിന്റെ വീട്ടിൽ നിന്നും ഓരോരുത്തരും ചർച്ചയ്ക്ക് വേണ്ടി പോകട്ടെ. അങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന മധ്യസ്ഥർക്കുണ്ടാകേണ്ട ക്വാളിറ്റി അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഈ ഉരീദായ സ്വലാഹ, ആ രണ്ട് മധ്യസ്ഥരും പരസ്പരം ഈ വരന്മാരെങ്ങനെയെങ്കിലും ഒരുമിക്കണമെന്ന് ആശിക്കുന്നവരാകണേ. പരസ്പരം സുൽഹിലും സന്ധിയിലും എത്തിപ്പെടാൻ വേണ്ടി ചർച്ച കൊണ്ടുപോകുന്നവരാകണേ. എന്റെ പ്രിയപ്പെട്ട മകളെ അവൻ അടിച്ചു, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മകനോട് അവൾ അന്നത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഞാൻ സ്വർണം കൊടുത്തിട്ടാ കല്യാണം കഴിച്ചു വിട്ടത്, അവൾക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ടാ കല്യാണം കഴിച്ചു വിട്ടത്. അതുകൊണ്ട് അത് മുഴുവനും തിരിച്ചു ചോദിക്കണം. അവൻ അടിച്ചത് ശരിയായില്ല, അതെന്തിനു വേണ്ടി അടിച്ചു? 10 അടി അടിച്ചതിന് ഒരടി തിരിച്ചെങ്കിലും കൊടുക്കണമെന്നുള്ള ആശയവുമായിട്ടാണ് നീ ചർച്ചയ്ക്ക് പോകുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ കുടുംബ ബന്ധം ചർച്ചയുടേതാവൂല, ആ കുടുംബ ബന്ധം ബറക്കത്തുള്ളതാവൂല, ആ കുടുംബ ബന്ധം ഐശ്വര്യമുള്ളതാവൂല. ഈ ഒരു വധുവിന്റെ കുടുംബത്തിൽ നിന്നും വരന്റെ കുടുംബത്തിൽ നിന്നും ചർച്ചയ്ക്ക് പോകുന്നതായ രണ്ട് മധ്യസ്ഥരും പരസ്പരം സുൽഹ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വധുവിന്റെയും വരന്റെയും ഇടയിൽ പരസ്പരം രമ്യതയുണ്ടാകുമത്രേ, യോജിപ്പുണ്ടാകുമത്രേ, ഐക്യമുണ്ടാകുമത്രേ എന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ പരസ്പരം പറഞ്ഞു വിടുന്നതാകുന്ന മധ്യസ്ഥർ അവർ നല്ലവരായിരിക്കും. അപ്പോ ഓരോരുത്തരും ചിന്തിക്കട്ടെ, അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥനായിട്ട് പറഞ്ഞു വിടുന്നവൻ ആരായിരിക്കണമെന്ന് ഓരോ കുടുംബത്തിലും ഓരോരുത്തർക്കും വ്യക്തമായ കാഴ്ചപ്പാട് ഇല്ലേ? ഇന്ന ആളെ പറഞ്ഞു വിട്ടാ, എളാപ്പായെ പറഞ്ഞു വിട്ടാ അത് കുളവാക്കിയിട്ട് തിരിച്ചു വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എളാപ്പ പോകണ്ട, അവിടെ ഇന്നോട് പറഞ്ഞ് പതുക്കെ ഒരു ഫാത്തിഹ ഓതി വാപ്പായോടെ ഇരുത്തി പറഞ്ഞു വിട്ടാ സംഭവം ഓക്കെ ആവും. പരസ്പരം ഇത് ഐക്യത്തിൽ എത്തുമെന്ന് കാണുന്ന ആളുകളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞു വിടാൻ പാടില്ല. ഇത് ആര് പറയാ? വിശുദ്ധമായ ഖുർആൻ പറയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ 4 രീതിക്കും നീ നടന്നിട്ട് പോലും നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരന്റെയും സഹോദരിയുടെ ഇടയിലും പരസ്പരം ഐക്യം വന്നില്ല എങ്കിൽ, വധൂവരന്മാർക്കിടയിൽ പരസ്പരം സ്നേഹം വന്നിട്ടില്ല, ചർച്ച ചെയ്തിട്ട് പോലും കടന്നു വന്നില്ല, ഉപദേശിച്ചിട്ട് ശരിയായില്ല, കിടപ്പിൽ അകറ്റി നോക്കിയിട്ട് നന്നായില്ല, അടിച്ചു നോക്കിയിട്ട് ശരിയായില്ല, മധ്യസ്ഥൻ അയച്ചു നോക്കിയിട്ടും ചർച്ച അലസി പോവുകയാണ് ഉണ്ടായതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുന്ന വിശുദ്ധമായ ഖുർആനിലൂടെ 5
അഞ്ചാമത്തെ ഓപ്ഷനാണ് തലാക്ക്. അഞ്ചാമത്തെ ഓപ്ഷനാണ് തലാക്ക്. അതിനു മുമ്പ് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തലാക്ക് ചെല്ലാൻ, ഭാര്യയെ വിടുതൽ ചെല്ലാൻ നിനക്ക് ഒരു നിലയ്ക്കും അനുവാദമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ ഉപദേശിച്ചു നോക്കി, പിണക്കമുണ്ടായപ്പോ അവള് റെഡിയായില്ല, കിടപ്പിൽ അകറ്റി നോക്കി നന്നായില്ല, അടിച്ചു നോക്കിയിട്ടും ശരിയായില്ല, ചർച്ച വെച്ച് നോക്കിയിട്ടും ആ ചർച്ച അലസിപ്പോയെങ്കിൽ അവസാനമായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അത്വലാഖ്. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുകയാണ് അബഗളു ഇലല്ലാഹി അത്വലാഖ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ പടച്ചറപ്പിന് ഏറ്റവും കോപമുള്ളതായ കാര്യം, ഏറ്റവും ദേഷ്യമുള്ളതായ കാര്യം ഏതെന്നറിയുമോ? അത്വലാഖ്. ഒരു ഭർത്താവ് അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാര്യമുണ്ടായിട്ട് പോലും വിടുതൽ ചെയ്യലാണ്, മോചന പത്രം കൊടുക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാര്യമുണ്ടായിട്ട് പോലും ചെയ്യുന്നതിനാ തലാഖ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ പോലും അത് ഏറ്റവും ദേഷ്യമുണ്ട് ആർക്ക്? ഈ ലോകത്തിന്റെ ഉടയ തമ്പുരാന് അല്ലാഹുവിനെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അപ്പൊ ത്വലാഖിന്റേതാകുന്ന വിഷയം, ഒരു ചെറിയ പ്രശ്നം കടന്നു വരുമ്പോ, ഒരു ചെറിയ പ്രശ്നം കുടുംബത്തിലുണ്ടാകുമ്പോ ആ ചെറിയ പ്രശ്നം ഊതിവീർപ്പിച്ച് പർവ്വതീകരിച്ച് വലിയ വിഷയമാക്കി മാറ്റിയിട്ട് കുടുംബത്തിലും നാട്ടുകാരുടെ ഇടയിൽ ചർച്ച വെച്ചിട്ട് മഹലിൽ കൊണ്ടുവന്ന് ചർച്ച വെച്ച് അവസാനം നാട്ടുകാരും വീട്ടുകാരും കുടുംബാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തലാഖിന്റെ വക്കോളം എത്തിക്കുന്ന സഹോദര, തലാഖിലേക്ക് എത്തിക്കുന്നതായ സഹോദരി, നിസാര വിഷയമല്ല ഇസ്ലാം പറയുന്ന വൈവാഹിക ജീവിതമെന്ന് നീ മനസ്സിലാക്കണേ. തലാഖ് എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, അത് പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കാനുള്ളതല്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണക്കം കാണിച്ചാൽ അവളോട് പ്രവർത്തിക്കേണ്ട 4 ഓപ്ഷനുകൾ കഴിഞ്ഞിട്ടാണ് ഇസ്ലാം തലാഖ് നൽകുന്നത്. അത് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അല്ലാഹുവിന് ഏറ്റവും ക്രോധമുള്ള, അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പണിയാണ് തലാഖ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാര വിഷയമല്ല. ഏത് കുടുംബത്തിലാ സഹോദരങ്ങളെ പ്രശ്നമില്ലാത്ത കുടുംബങ്ങളുണ്ടോ? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ പരാതിയുമായിട്ട് കടന്നു വന്നു. എന്താ പരാതി എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ താൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഈ പരാതിയുമായിട്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുപടിക്കലേക്ക് എത്തിയുള്ളൂ ആ സഹോദരൻ. വീടിന്റെ വാതിൽക്കലേക്ക് എത്തിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഭാര്യ, എന്തോ കയർത്ത് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുക. ആരോട്? ഉമർ ബിൻ ഖത്താബ് തങ്ങളോട്. വർത്തമാനത്തിനിടയിൽ അല്പം ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് കേൾക്കുക. ഇത് കേട്ടപ്പോ ഇദ്ദേഹം ഗിയർ ബാക്കിലോട്ട് ഇട്ടു, നേരെ റിവേഴ്സ് ഗിയർ ഇട്ട് പതുക്കെ തിരിച്ചു വന്നത്. കാരണം എന്താ? ഇത്രയും വലിയ കുഴപ്പമൊന്നും നമ്മുടെ വീട്ടിലില്ല. പടച്ചോൻ കാത്തു. ഇത്രയും വലിയ പ്രശ്നം നമ്മുടെ വീട്ടിലില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്ത് ചെരുപ്പടി ശബ്ദം കേട്ടപ്പോ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ ആവശ്യം? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒന്നുമില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു വിഷയം പറയാൻ വേണ്ടി വന്ന. പക്ഷെ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ ഇടയിലുള്ളതാകുന്ന ഐക്യം കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുമായിരുന്നു. ഇത്രയും കുഴപ്പമൊന്നും നമ്മുടെ വീട്ടിലില്ലാതെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരി തൂക്കിക്കൊണ്ട് ചോദിച്ചു, അദ്ദേഹം പുഞ്ചിരി തൂക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണോ നിങ്ങൾക്ക് വസ്ത്രം അലക്കി തരുന്നത്? അദ്ദേഹം പറഞ്ഞു, അതേനാ. ആ ഭാര്യയാണോ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ആഹാര പാനീയങ്ങൾ വെച്ച് തരുന്നത്? അദ്ദേഹം പറഞ്ഞു, അതേനാ. ശരിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ അല്പമൊക്കെ ചീത്തവിളിയും അല്പമൊക്കെ വഴക്കു പറച്ചിലും അല്പമൊക്കെ അവരുടെ ഇടയിലുള്ള പിരിമുറുക്കവും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണ്ട, വലിയ കാര്യമാക്കണ്ട. ആര് പറയാ? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കാര്യം നിങ്ങൾക്കറിയോ? പതുക്കെ പറയേണ്ട കാര്യമാണ്. ഈ സ്ത്രീകൾക്ക് നമ്മുടെ വസ്ത്രം അലക്കി തരലും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ പരിപാലിക്കലൊന്നും ഇസ്ലാം നിർബന്ധമാക്കിയ വസ്തുതയല്ല. ഇത് പതുക്കെ പറയണം. പെണ്ണുങ്ങൾ കേട്ടോന്നറിയാം.
മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീകൾക്ക് നമുക്ക് ഭക്ഷണം വെച്ച് തരലും അതുപോലെ തന്നെ നമുക്ക് ആഹാരപാനീയങ്ങൾ വെച്ച് തരലും നമ്മുടെ വസ്ത്രം അലക്കി തരലും നമ്മുടെ മക്കളെ പരിപാലിക്കലൊന്നും സ്ത്രീകളുടെ മേൽ നിർബന്ധമുള്ള ആവശ്യമല്ല. അതവർ ചെയ്തില്ലെന്ന് വിചാരിച്ച് അവർക്ക് ഒരു കുറ്റവും. മനസ്സിലാവുന്നുണ്ടോ? ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ആനുകാലികമായി വലിയ ചർച്ച. ചാനലുകൾ കയറി പല ആളുകൾ കയറി കൊട്ടിഘോഷിക്കുകയാണ്. മുസ്ലിം നാമധാരികളായ പല ഗഫൂർ സാഹിബ് അടക്കമുള്ള ആളുകളൊക്കെ കേറിയിട്ട് പറയാ, എന്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് കുടുംബത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പർദ്ദ ധരിച്ചിരുന്നില്ല, ഞാൻ ഇന്ന ആളുടെ മകളെ കെട്ടിയ ആളാണ്, ഇല്ലെങ്കിൽ ഇന്ന സഹോദരിയുടെ മകളെ കെട്ടിയ ആളാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും പർദ്ദ ധരിച്ചിരുന്നില്ല. ഇങ്ങനെ ചാനലുകളിലുള്ള ചർച്ചകൾ, വാറോലകൾ ഹൃദയത്തിലേക്ക് കേൾക്കാതെ പരിശുദ്ധമായ ഖുർആൻ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്, അള്ളാന്റെ റസൂലിന്റെ വാക്ക്, പ്രവാചകന്റെ ഹദീസ് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇതാണ് മുസ്ലിം സഹോദരങ്ങൾ പഠിക്കുന്നത്. ഒരു പെണ്ണിന്റെ മഹിമ, ആ പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ സ്ത്രീകളുടെ മനസ്സിൻ്റെതാകുന്ന ഏറ്റവും വലിയ അനുരോചനീയമാകുന്ന അവരുടേതാകുന്ന ആ എളിമത്തരം കൊണ്ട് അവർ നമുക്ക് ചെയ്യുന്ന ഹിദ്മത്താണ്, സേവനമാണ്. നമ്മുടെ വസ്ത്രം അലക്കിത്തരലും നമ്മുടെ മക്കളെ പരിപാലിക്കലും ഒക്കെ. അവർ പറയാ, നാളെ തന്നെ എന്റെ മക്കളെ, നിങ്ങളുടെ മക്കളെ പരിപാലിക്കാൻ എനിക്ക് പറ്റൂല, നിങ്ങൾ ഒരാളെ പകരം വെക്കണം, നിങ്ങളുടെ വസ്ത്രം എനിക്ക് അലക്കിത്തരാൻ പറ്റൂല, ഒരാളെ ജോലിക്ക് വെക്കണമെന്ന് പറഞ്ഞാൽ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നു, ഒരാളെ ജോലിക്ക് വെക്കണം, അവർക്ക് വേണ്ടി സഹായത്തിനായി മറ്റൊരാളെ നിങ്ങൾ മക്കളെ പരിപാലിക്കാൻ വേണ്ടി ഏൽപ്പിക്കണം. ഇതാണ് വിശുദ്ധ ഇസ്ലാം. ഇതൊക്കെ അവർ ചെയ്യുന്നത് നമ്മളോടുള്ള അനുകമ്പയും സ്നേഹമാണ്. അപ്പൊ അത് കണ്ടിട്ട് അവരെ അടിക്കാനും തൊഴിക്കാനും ശകാരിക്കാനും ഒന്നും ആരും മുതിരണ്ട.